ഈ കപ്പത്തോട്ടത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല ഗൈസ്, ഞാൻ തന്നെ. നമ്മുടെ പൊങ്ങനാട് പള്ളി കഴിഞ്ഞ് പോണ വഴിയാട്ടോ ഈ ഒരു വലിയ കപ്പത്തോട്ടം ഉള്ളത്. ഇവിടുത്തെ ചേട്ടൻ നല്ല ഫ്രഷ് കപ്പ വിളവെടുത്ത് റോഡ് സൈഡിൽ തന്നെ വിൽക്കണ കാണാട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഒരു തവണ വന്ന് വാങ്ങിച്ച് ടേസ്റ്റ് അറിഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും ഇങ്ങോട്ട് തന്നെ വന്നത്. ഇങ്ങനെ ഒരു ചെറിയ സെറ്റപ്പിലാട്ടോ ചേട്ടൻ കപ്പ വിൽക്കുന്നത്. നല്ല അടിപൊളി കപ്പ ആയതുകൊണ്ട് എന്റെ കൈ നിറയെ ഞാൻ കപ്പയും മേടിച്ചു. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് നല്ല അടിപൊളി കപ്പയും ചമ്മന്തി ഉണ്ടാക്കി കഴിക്കണം. അതിനു മുമ്പ് ഈ ഡ്രസ്സ് ഞാൻ മിന്ത്രയിൽ എടുത്തതാണ്. നല്ലൊരു ക്രിസ്മസ് വൈബ് കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചതാണ്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം. ഫ്രഷ് സാധനം പൊട്ടിച്ചാൽ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കണം. ആഹാ അന്തസ്. അങ്ങനെ തോട്ടൊക്കെ കണ്ട് പോണ വഴി നമ്മുടെ വിമലയുടെ ഓപ്പോസിറ്റ് ഒരു ഫേമസ് ചായക്കട ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഞാനൊരു മുളക് ബജിയും മുട്ട ബജിയും കഴിച്ചതിന് ശേഷം നേരെ വീട്ടിൽ കൊണ്ടുപോയി അമ്മയ്ക്ക് കപ്പ കൊടുത്തു. അമ്മതേ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുക്കറിലോട്ടിട്ട് 2 വിസില്, സംഭവം റെഡി. നല്ല ചൂട് കപ്പ. അതിന്ന് ഒരു കഷ്ണം എന്റെ പ്ലേറ്റിലോട്ടിട്ട് ലേശം ചമ്മന്തി അതിന്റെ മേലെ വെച്ചതാ നമുക്ക് തിന്നാം. സംഭവം നല്ല ചൂടുണ്ട്. എന്റെ ആക്രാന്തത്തിന്റെ പുറത്ത് ഞാൻ എടുത്തങ്ങ് വായലിട്ട് ഗൈസ്, ഒടുക്കത്തെ ടേസ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കപ്പ കോമ്പിനേഷൻ കപ്പയും മീൻകറി ആട്ടോ. നിങ്ങൾക്ക് ഏതാന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോഴൊക്കെ അടുത്ത വീഡിയോയിൽ കാണും വരെ ഞാൻ തീർക്കട്ടെ. ബൈ.